കേരള ഫുഡീസ് ക്ലബിൻ്റെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബ്രെഡും മുട്ടയും വെച്ചുള്ള ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു സ്നാക്കാണിത്. 4 മണി പലഹാരമായിട്ടൊക്കെ കൊച്ചുങ്ങൾക്ക് കൊടുത്താൽ വളരെ ഇഷ്ടപ്പെടും. നമുക്കിനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബട്ടൺ കൂടി ഒന്ന് അമർത്തിയാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, ഞാനിവിടെ ഒരു 5 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറിയ പീസുകളാക്കിയിട്ട് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു വലിയ സവാളയുടെ പകുതി സവാള ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഈ ബ്രെഡിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു പീസ് ക്യാരറ്റാണ്. ക്യാരറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ക്യാപ്സിക്കം ആയാലും ഇട്ട് കൊടുക്കാം. ഇതൊരു ചെറിയ പീസാണ്. അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ബ്രെഡിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു തക്കാളി, ഒരു ചെറിയ തക്കാളിയാണ്. വലിയ തക്കാളിയാണെങ്കിൽ വലിയ തക്കാളിയുടെ പകുതി മതി. ഇതൊരു ചെറിയ തക്കാളിയാണ്. അത് ഞാനിതുപോലെ ചെറിയ പീസുകളാക്കിയിട്ടുണ്ട്. അത് നമുക്ക് ഈ ബ്രെഡിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. അതും ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞതും, പിന്നെ ഒരു വലിയ പച്ചമുളകും, അതും ഇതുപോലെ ചെറുതായി. എല്ലാം നമുക്ക് ചെറുതായി അരിഞ്ഞെടുക്കണം ഇതിൽ, അല്ലെങ്കിൽ അത് നമുക്ക് കുഴച്ചെടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവും, അത് പരത്താൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ചെറിയ പീസുകളാക്കി എടുക്കണം എന്ന് പറഞ്ഞത്. ഇതിപ്പോൾ ഇഞ്ചി ഏകദേശം ഒരു ടീസ്പൂണോളം ഉണ്ടാവും. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്, വറുത്ത പച്ചരിപ്പൊടിയാണ്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് 3 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. വേറെ നമ്മൾ മസാല ഒന്നും ചേർക്കണില്ല, ഈ ഗരം മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില അധികം ഇഷ്ടമില്ലാത്തവർ കുറച്ചെങ്കിലും ഇട്ട് കൊടുക്കണം, എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. നമ്മളിതുവരെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ടായില്ല. നമുക്കിതിലേക്ക് അവസാനമായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ആദ്യം ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം. വെള്ളം കൂടുതലാവരുത്, കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം കുഴയ്ക്കാനായിട്ട്. നമ്മുടെ ആ ബ്രെഡ് ഒന്ന് കുതിർന്ന് വരണം, അത്രയും വെള്ളം ചേർത്താൽ മതി. നമുക്ക് ചപ്പാത്തിയുടെ പാകത്തിനാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ വെള്ളം കൂടുതലാവരുത്, കുറച്ച് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കണം. നമ്മുടെ എല്ലാ കൂട്ടും ഇതുപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ചപ്പാത്തി കുഴയ്ക്കണ പാകത്തിന് നമുക്കിതുപോലെ കുഴച്ചെടുക്കണം. വേണ്ട, അധികം വെള്ളം കൂടാൻ പാടില്ല. നമുക്ക് അഥവാ അങ്ങനെ വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പീസ് ബ്രെഡോ അല്ലെങ്കിൽ അരിപ്പൊടിയോ കടലമാവോ ഇല്ലെങ്കിൽ നമുക്ക് ഗോതമ്പ് പൊടി അതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ അങ്ങനെ കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഐറ്റം കൂടി ആവശ്യമുണ്ട്. ഞാനിവിടെ 2 കോഴിമുട്ട പുഴുങ്ങി ഇതുപോലെ ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ മാവിനകത്ത് വെച്ച് ഫില്ല് ചെയ്യാനുള്ളതാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഫില്ല് ചെയ്യണതെന്ന് കാണിച്ചു തരാം. ഇതുപോലെ ചെറിയ വലുപ്പത്തിലുള്ള ഉരുളയെടുത്ത് കയ്യിൽ കുറച്ച് എണ്ണ തടകി ഒരു പിടി ഇതുപോലെ ചെറിയൊരു ബോൾ വലുപ്പത്തിൽ ഈ മാവ് കുഴച്ചതെടുത്ത് ഈ കയ്യിൽ വെച്ചൊന്ന് പരത്തി കൊടുക്കുക. വളരെ കനം കുറച്ചൊന്ന് പരത്തി കൊടുക്കുക. അതിനുശേഷം ഒരു പീസ് മുട്ട ഇതിൻ്റെ മുകളിൽ വയ്ക്കുക. ഇനി നമുക്ക് നേരത്തെ എടുത്ത അത്രയും വലുപ്പത്തിൽ വേണ്ട, അതിലും ചെറിയ ബോൾ എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് ഒന്ന് ഇത് ഒട്ടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ ഫില്ല് ചെയ്തെടുക്കാം. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി തീ. എന്നിട്ട് നമുക്ക് ഇത് ഓരോന്നായി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കൈമ ഒന്ന് എണ്ണ തടകിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ നമ്മുടെ കൈമ ഒട്ടാതെ കിട്ടും.
ഏകദേശം ഒരു 2 മിനിറ്റോളം നേരം കൊണ്ട് തന്നെ ഒരു വശം നമ്മുടെ വെന്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് മറിച്ചിട്ട് വേവിക്കാം, അല്ലെങ്കിൽ അതൊരു വശം കരിഞ്ഞു പോകും. കരിഞ്ഞു പോകാതെ നോക്കാം. തീ നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ വീണ്ടും ഒരു 2-3 മിനിറ്റോളം കൂടി ആയിട്ടുണ്ട്. ഇത് ചെറിയൊരു ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി എടുക്കാം. നമ്മൾ എടുക്കുമ്പോൾ ഒരു പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ലോ ഫ്ലെയിമിൽ നിന്ന് നമുക്കൊരു ഫ്ലെയിം കുറച്ചുകൂടി കൂട്ടിയിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ആ ഇതുമ്മ പിടിച്ചിരിക്കുന്ന ഓയിലൊക്കെ അതിലേക്ക് പൊക്കോളും, അല്ലെങ്കിൽ അത് ഓയിൽ ഇതുമ്മ പിടിച്ചിരിക്കും ലോ ഫ്ലെയിമിൽ തന്നെയാകുമ്പോൾ. നല്ല ചൂടോട് കൂടി തന്നെ എടുത്താൽ എണ്ണ മുഴുവൻ ഇതിലേക്ക് വാർന്ന് പോയിക്കോളും. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മുട്ടയും ബ്രെഡും ചേർത്തുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണിത്. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നത് കണ്ടോ, ഉള്ളു നല്ല സോഫ്റ്റാണ്. ഇത് നമുക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കഴിച്ചാൽ വളരെ ടേസ്റ്റാണിത്. എല്ലാവരും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങൾ തന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മറ്റൊരു ദിവസം മറ്റൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.